ഹായ് ഹലോ നമസ്കാരം, ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ആലപ്പുഴക്കാരനായ ചക്കോച്ചനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പടം ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. സോ അൺഎക്സ്പെക്ടഡ്ലി ആണ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, എന്നാൽ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ഓഫീസർ ഓൺ ഡ്യൂട്ടി, യെസ് ഇറ്റ് ഇസ് ദ മൂവി. ആൻഡ് ഒന്നും പറയാനില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടുത്ത ചാക്കോച്ചന്റെ ബമ്പർ ഹിറ്റ്, അടുത്ത ഹിറ്റ്, ബൊഗൈൻവില്ലയ്ക്ക് ശേഷം അടുത്ത ഹിറ്റ്. ഒന്നും നോക്കാനില്ല, ആ മനുഷ്യന്റെ പടങ്ങളെല്ലാം ഹിറ്റടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുപോലെ ഹാർഡ് വർക്ക് ആ മനുഷ്യനെ പടത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആവണം ഒരു ആക്ടർ. ബിക്കോസ് എൻറ്റയർലി ബോഡി ലാംഗ്വേജ് ആയാലും കണ്ണുകളായാലും സൗണ്ട് ആയാലും മുഖത്തെ ഒരു ഗ്രേ ഷെയ്ഡ് ആയാലും എല്ലാം നടപ്പും എടുപ്പും ആക്രോശവും എല്ലാം ഒരു വെറൈറ്റി ടച്ച്. ചക്കോച്ചൻ ഭയങ്കര ബ്രില്യന്റ് ആൻഡ് ഭയങ്കര ഡെവലപ്ഡ് ആക്ടറായി മാറിയിരിക്കുന്നു. ചോക്ലേറ്റ് പയ്യനാണെന്ന് തോന്നത്തേയില്ല. പഴയ അനീതിപ്രാവിലെ ചക്കോച്ചനാണ്. പഴയ സുധിയിൽ നിന്ന് ഹരിയിലേക്ക് ഉള്ള മാറ്റം അതിഗംഭീരം. CI ഹരി എന്നാണ് എനിക്ക് തോന്നുന്നു. അതിനകത്ത് പോലീസ് ഓഫീസർ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റോറിയാണ്. ജിത്തു, അഷ്റഫ് ആൻഡ് ഷാഹിദ് കബീർ, യെസ് അതാണ് റൈറ്ററിന്റെയും ഡയറക്ടറുടെ പേര് ജിത്തു അഷ്റഫ്. റൈറ്റർ ഷാഹിദ് കബീർ അറിയായിരിക്കും. അദ്ദേഹം നായാട്ട്, അതോടെ ആൻഡ് ജോസഫ് അങ്ങനെയുള്ള പടങ്ങൾ ചെയ്ത ആള്. ഇത്രയും ജോസഫ് നമുക്ക് അറിയാം അല്ലെ, നമ്മളെ വല്ലാതെ ഹോണ്ടയിച്ച ഒരു മൂവിയായിരുന്നു ജോസഫ്. സോ അതൊന്നും അല്ലല്ല, അതൊരു പോലീസ് ബേസ്ഡ് സ്റ്റോറിയാണ്. ഇതും ഒരു പോലീസ് ടച്ച് ഉണ്ട്. എല്ലാം അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ എല്ലായ്പ്പോഴും ഒരു പോലീസ് ടച്ച് ഉണ്ടെങ്കിലും നമുക്ക് മടുക്കില്ല. എല്ലായ്പ്പോഴും വ്യത്യസ്തതയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ ഈ പറയുന്ന രചനയും ആണ് ഏറ്റവും സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാലും ചാക്കോച്ചൻ അതിഗംഭീരമായിട്ട്, അതായത് രചനയ്ക്കും അപ്പുറം, സ്ക്രിപ്റ്റിനപ്പുറം അദ്ദേഹം അഭിനയിച്ച് തകർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ചിലർക്ക് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് സ്റ്റണ്ണിങ്, അതായത് അതിനകത്ത് ഇടിസീനൊക്കെ അത് ഇച്ചിരി ക്രിഞ്ചല്ലേ, അതിനകത്ത് അത് കുറച്ചുകൂടെ ഗംഭീരമാക്കാമായിരുന്നു, സ്ലോ പേസ് ആയി പോയില്ല. പക്ഷെ അല്ല, എനിക്ക് മനസ്സിലായിടത്തോളം ഹിറ്റ് സിനിമകളിലെ സ്റ്റണ്ടൊക്കെ ഇപ്പൊ മിക്കപ്പോഴും ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഫിസിക്കിന് പറ്റുന്ന ഒരു ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരു വില്ലൻ അയാളുടെ ഫിസിക്കിന് പറ്റുന്ന തരത്തിലാണ് അയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ക്യാരക്ടറിനെ അടിച്ചിടുന്നത്. സോ അത് തന്നെയാണ് സംവിധായകൻ ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആക്ഷൻ രംഗങ്ങളൊക്കെ എനിക്ക് മാസ് ആക്ഷൻ രംഗങ്ങളൊന്നുമല്ല, ബട്ട് നോർമൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു CI, ഒരു SI എങ്ങനെയാണ് തന്റെ എതിരാളികളെ ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ള ആ ഒരു രീതി തന്നെയാണ് ചാക്കോച്ചനും പിന്തുടർന്നിരിക്കുന്നത്. പിന്നെ ഇത് ഡ്രഗ് പെഡലേഴ്സിന്റെ ഒരു സ്റ്റോറിയാണ്. നമ്മുടെ സമൂഹം വിത്ത് ഫാമിലിയോട് കൂടി വിത്ത് ടീനേജേഴ്സ് ഉൾപ്പെടെ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. ഇത്ര കണ്ടാലും നന്നാവാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടില് അതിക്രൂരമായി നടക്കുന്ന, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ്. ഇതൊക്കെ നമുക്കൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഒരു മിനിറ്റ് തരിച്ചിരുന്ന് പേടിച്ചു പോകും. പ്രിയാമണിയുടെ തിരിച്ചുവരെ ഗംഭീരമായിട്ട് പ്രിയാമണി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 2 പിള്ളേർ, നമ്മുടെ പിള്ളേർ ടീംസ് യുടെ പേര് ഞാൻ പറയുന്നില്ല. നമ്മുടെ സ്വാമി അയ്യപ്പനിലെ കുട്ടിയും അതോടെ നമ്മുടെ മീനാക്ഷി ജൂനിയർ സ്റ്റാർ സിംഗറിലെ മീനുക്കുട്ടി ആങ്കർ, അവളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവളുടെ ആയുധപ്പടം നമുക്കറിയില്ല, മിനിങ്ങും മിന്നാമിനിങ്ങി, അതിനകത്ത് അവൾ തകർത്ത് അഭിനയിച്ചതിലെ തന്നെ ഇതിലും അവൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷ് ഓഫ് കോഴ്സ് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. വിനായക് ചന്ദ്രൻ, വിനായക് നായർ, അതാണ് അവന്റെ പേരല്ലോ, അവനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ വെറൈറ്റി ആണല്ലോ പൊതുവെ. സോ അവനും കൊള്ളാം. പേര് അവന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിവേ എന്തായാലും പടം അതിഗംഭീരം എന്ന് പറയാൻ വയ്യ. അതിലും ഗംഭീരം ചാക്കോച്ചനായിരുന്നത് മാസായിരിക്കുന്നത്. ബൊഗൈൻവില്ലയിലെ മാസ് ചാക്കോച്ചനായിരുന്നെങ്കിൽ ഇതിലും മാസ് ചാക്കോച്ചൻ തന്നെ. ശരിയാണ്, സ്ക്രിപ്റ്റ് ഒക്കെ ഗംഭീരമാണെങ്കിലും ആ സ്ക്രിപ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അതൊക്കെ മേലെ ഒരു നടൻ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ്, അതൊരു ഹാർഡ് വർക്കിംഗ് ആണ്. കഴിവ് മാത്രം എന്ന് പറയാൻ പറ്റില്ല, അതിന് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ആണ്. അദ്ദേഹം നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. ഞാൻ പറയില്ല, ബോഡി ലാംഗ്വേജ് ആയാലും നോട്ടമായാലും ആക്രോശമായാലും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ചാക്കോച്ചൻ. ഞാൻ സാധാരണ നെഗറ്റീവാണ് കൂടുതലും പടങ്ങളിൽ പറയാറ്. പക്ഷെ ഇതിനകത്ത് നെഗറ്റീവ് പറയാനില്ലെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാഫ്, അതായത് ഫസ്റ്റ് ഹാഫ് ഫുൾ ത്രോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ നീളമുള്ള മൂവിയല്ല, എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറും 2 മണിക്കൂറും ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ മൂവി എന്ന് പറയാനായിട്ട്. ബട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നിടാ ഇതിന്റെ സസ്പെൻസ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്ത് വെച്ചിട്ടാണ് ഒരു കഥ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു പോകും. എന്നുവെച്ചാൽ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ട് തന്നെ നായകനെയും വില്ലന്മാരെയും അതിന്റെ എന്താണോ റിവെഞ്ചിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ പക പോക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിർത്തുക. അതിനുശേഷം വരുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഇച്ചിരി ലാഗ് അടിച്ചെന്ന് തോന്നും. ലാഗ് അടിക്കുമെന്ന് തോന്നുന്ന മൊമെന്റിൽ പടം പിന്നെ കയറുവാണ്, ഫുൾ ത്രോട്ടിൽ ഓടുവാണ്. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ അത്യാവശ്യം ക്യാമറ നല്ല രീതിക്ക്, പ്രത്യേകിച്ച് അതിനകത്ത് ഈ പറയുന്ന പോലെ ഡ്രൈവിംഗ് സീൻസ് വരുന്ന ക്യാമറ വെക്കുന്ന അടിപൊളി. ഇത് എങ്ങനെ പറ്റുന്നു ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പൊ ഡ്രൈവിംഗ് സീൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പടം ഹിറ്റ് അടിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പടം ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഓടും. ടിക്കറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുക്കുക.
ചാക്കോച്ചന്റെ അതിഗംഭീര പെർഫോമൻസ് കാണാം, ഇതാവണം പടം, ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ നിങ്ങൾ എടുക്കൂ. പിന്നെ പ്രൊഡ്യൂസർമാർ വെറുതെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചാക്കോച്ചനൊക്കെ ഇപ്പോൾ നല്ലപോലെ അദ്ദേഹത്തിന്റെ അടുത്ത പടം ഹിറ്റായി, ഇനിയിപ്പോ നിങ്ങൾ അദ്ദേഹത്തിന് ചോദിക്കുന്ന പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ പ്രൊഡ്യൂസർ അണ്ണന്മാരെ? സോ അതുകൊണ്ട് നല്ല റൈറ്റേഴ്സിന്, നല്ല സംവിധായകർക്ക് നിങ്ങൾ പടം കൊടുക്കാൻ അനുവദിക്കും. എന്നിട്ട് കാശ് മുടക്കി പടം ചെയ്യുക, പടം വിജയിക്കും. മലയാള സിനിമയിലെ ഒരുപാട് പ്രതിഭാധനന്മാരായ റൈറ്റേഴ്സും ഒരുപാട് പ്രതിഭാധനന്മാരായ സംവിധായകരും ഒക്കെ ഉള്ള ഒരു നാടാണ് നമ്മളുടേത്. അഭിനേതാക്കളായാലും അങ്ങനെ തന്നെ. ഇപ്പോ ന്യൂജനായിട്ട് ഇന്നത്തെ ഈ ഡ്രഗ് അഡിക്റ്റേഴ്സ് ആയിട്ട് കാണിക്കുന്ന 2 പെമ്പിള്ളാരുണ്ട് കേട്ടോ. അവിടെ 2 പേരുടെ പേര് എനിക്ക് തപ്പിട്ട് കിട്ടിയില്ല. പക്ഷെ അവരെ പറഞ്ഞില്ലെങ്കിൽ മോശമായി പോയേനെ. ഗംഭീര കുഡോസ് പിള്ളേരെ, ചക്കരയുമ്മ. ആ പെമ്പിള്ളേരുണ്ടല്ലോ, അയ്യോ അവരൊരു രക്ഷയില്ല മക്കളെ, അവരൊരു രക്ഷയില്ല. എനിക്കൊന്ന് അവനേക്കാളും നമ്മുടെ മെയിൻ വില്ലനെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ 2 പെമ്പിള്ളേർ. അതല്ല വെറൈറ്റിയാ കേട്ടോ. സാധാരണ വില്ലത്തികളെ കൊണ്ടുവരുന്ന ഒരു വെറൈറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് ജിത്തു. സോ നന്നായിട്ടുണ്ട് അവരുടെ നാടോ പേരോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ ബേസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ദേ ആർ സ്റ്റണ്ണിങ് പെർഫോമേഴ്സ് ഇൻ ദിസ് മൂവി ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുട്ടികളായാലും കുഴപ്പമില്ല, മൊത്തത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയാലും, മൊത്തത്തിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും, DOP ആയാലും എന്ത് തന്നെ ആയാലും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് ഒരു മ്യൂസിക്, ഒരു പാട്ടങ്ങാണ്ടിയുള്ളത് നന്നായിട്ട് അവസരത്തിനകത്തുള്ളത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ നന്നായിട്ടുണ്ട്. സോ ഓൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗംഭീര മിസ്റ്റിക് ത്രില്ലർ ആക്ഷൻ പോലീസ് മൂവി എന്ന് പറയാം. അതിൽ മാസ മച്ചാൻ ചാക്കോച്ചൻ തന്നെ ഒരു രക്ഷയില്ല. ചാക്കോച്ച, ലവ് യു സോ മച്ച്. ബീങ് എൻ ആലപ്പുഴക്കാരി, നിങ്ങളെ ഞങ്ങളുടെ കോളേജ് ഡേക്ക് വിളിക്കാൻ പറ്റാത്തില്ല, എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന ബാച്ചിൽ ഞങ്ങൾക്ക് വേണ്ട, വിളിക്കണ്ട, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടുണ്ട്, വിളിക്കണ്ട, ചാക്കോച്ചനെ വിളിക്കണ്ട, ഭയങ്കര ജാടയാ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ആ ബാച്ചുകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ഞങ്ങളിന്ന് റിഗ്രറ്റ് ചെയ്യുന്നു. നിങ്ങളെന്ന് വിളിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അന്നൊരു ഫോട്ടോ എങ്കിലും എടുക്കാമായിരുന്നു. ഓക്കെ ഫൈൻ. എനിവേ, കീപ് ഗോയിങ് ചാക്കോച്ച ആൻഡ് ലവ് യു സോ മച്ച് ആൻഡ് കീപ് kudos to the team, officer on duty. And അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും ബൈ ബൈ ഫ്രം ദ സ്പീച്ച് മേക്കർ.